ഹലോ ഗായ്സ്, ഇന്നൊരു അടിപൊളി പൊട്ടറ്റോ കറിയാണ്. സോ 2 പൊട്ടറ്റോ ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. സോ ഒരു കുക്കർ എടുക്കുക, കുക്കർ ചൂടാക്കാൻ വെക്കുക, അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക, അതിനകത്ത് കടുക് ഇടുക, കുറച്ച് ജീരകം, പിന്നെ അതിന് ശേഷം നമ്മുടെ ഉള്ള സ്പൈസസ് ഏലക്ക, പട്ട, ഗ്രാമ്പൂ. ഏലക്ക ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇടുക. ഏലക്ക ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക് എല്ലാം ഞാൻ മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. ഒരെണ്ണം വെച്ചിട്ട് പച്ചമുളക് വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ 2 വലുതാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടുക. എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. കുക്കർ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി, ലാസ്റ്റ് നോക്കിയിട്ട് ഇടാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വെജ് മസാല ഉണ്ടെങ്കിൽ വെജിൻ്റെ മസാല ഇടാട്ടോ, ഒരു 1/2 ടീസ്പൂൺ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഒരു 1/2 കപ്പോളം വെള്ളം, എൻ്റെ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ 1/2 കപ്പോളം വെള്ളം ഒഴിക്കുക. അന്ന് മസാലേനെക്കാട്ടി കുറച്ച് പൊന്തിരിക്കുന്ന പോലെ വേണം വെള്ളം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 1 2 ഒരു 3 വിസിൽ വരെ നോക്കാം. ഞാൻ 1 നോക്കിയപ്പോൾ ആയിട്ടുണ്ടായില്ല, പിന്നെ 2 വിസിലിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, കറക്റ്റ് നല്ല രീതിയിൽ ആയിട്ടുണ്ട്, നല്ല ഉടനിട്ടുണ്ട്. നമുക്ക് പിന്നെ കുറച്ച് ലേശം വെള്ളം ഒഴിക്കാം. അതിൻ്റെ തുറന്നിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിന് സൈഡ് നമുക്ക് വറവിടാം. അതിനായിട്ട് ഒരു ചട്ടി വെക്കുക, അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിന് ശേഷം കടുകിടുക. കടുക് എനിക്കിങ്ങനെ വറവിടുമ്പോൾ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കടുക് ഇട്ടാൽ മതി കേട്ടോ. വറ്റൽമുളക് ഇടുക. പിന്നെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളി ഒരു 7-8 എണ്ണം ചെറുതായിരുന്നു, വലിയതാണെങ്കിൽ ഒരു 5 മതി. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് അതിടുക. ആ ഒരു പൊട്ടറ്റോ കറി ഉണ്ടല്ലോ, അതിനകത്തേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇടുക. എനിക്ക് കറക്റ്റായിരുന്നു. മല്ലിയില ഉണ്ടല്ലോ, മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് ചപ്പാത്തിയുടെ ഒപ്പം, അപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം, ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കാം. സോ താങ്ക് യു.